ഹായ് മക്കളെ, 2027 CBSE എക്സാം എഴുതുന്ന മക്കളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. +2 CBSEയിൽ മക്കളെ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ള കംപ്ലീറ്റ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം +2 എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട എക്സാമാണ്. അപ്പോൾ ആ എക്സാമിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സാർ ഇന്ന് പറയുന്നത് നിങ്ങളോട് കെമിസ്ട്രി എങ്ങനെ +2 CBSEയിൽ അടിപൊളിയായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് +2 കെമിസ്ട്രി പഠിക്കേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ +2 CBSEയിൽ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും മക്കൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് സ്ട്രാറ്റജിയും സാർ ഇതിൽ പറഞ്ഞു തരും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ സാർ ഈ വീഡിയോയിൽ എന്ത് ചെയ്യും, ക്ലിയർ ആക്കി തരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ +2 കെമിസ്ട്രിയിൽ നിങ്ങൾക്കറിയാം 10 ചാപ്റ്റേഴ്സാണ്, 10 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. 10 ചാപ്റ്റേഴ്സ് അടങ്ങിയതാണ് +2 കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ +2 കെമിസ്ട്രിയിലെ 10 ചാപ്റ്ററുകൾ നമുക്ക് ആദ്യമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഈസി, മീഡിയം, ഹാർഡ് എന്നിങ്ങനെ ഈ 10 ചാപ്റ്റേഴ്സിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഈസി എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മൊത്തം 10 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതിലേതൊക്കെ ചാപ്റ്ററാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, ഒന്ന് കെമിക്കൽ കൈനറ്റിക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. D&F ബ്ലോക്ക് എലമെൻറ്റ്സ് ഫുൾ തിയറി മാത്രം വരുന്ന ഒരു ചാപ്റ്ററാണ്. അമീൻസ് ആൻഡ് ബയോമോളിക്യൂൾസ് ഓർഗാനിക് കെമിസ്ട്രിയിൽ പെട്ട 2 ചാപ്റ്റേഴ്സാണ് അമീൻസും ബയോമോളിക്യൂൾസും. അത് രണ്ടും വളരെ എളുപ്പമാണ്, ചെറിയ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സ് മക്കൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി നോക്കടാ, മീഡിയം ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് സൊല്യൂഷൻസ്. അത് ചില ആളുകൾക്ക് ഈസി ആയിരിക്കും. ഞാൻ കോമൺ ആയിട്ട് പറയുകയാണ് മക്കളെ, ചില ആളുകൾക്ക് സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്റർ ഭയങ്കര ഈസി ആവും. പക്ഷേ എന്നാലും കോമൺ ആയിട്ട് ഒരു മീഡിയം ആയിട്ടുള്ള ചാപ്റ്ററാണ് സൊല്യൂഷൻ. ഓർഗാനിക്കിലെ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസും ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതേഴ്സും. ഇത് ചില ആളുകൾക്ക് ഹാർഡായിരിക്കും ഈ ആൽക്കഹോൾ, ഫീനോൾ, ഈതേഴ്സ്. പക്ഷേ കോമൺ ആയിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു ചാപ്റ്ററാണ്. ഓക്കെ, ഇനി ഹാർഡായിട്ട് തോന്നാം, ഞാൻ പറഞ്ഞു എല്ലാവർക്കും ചിലപ്പോൾ ഹാർഡായിക്കൊള്ളണമെന്നില്ല, പക്ഷേ ഒരു ഒട്ടുമിക്ക ആളുകൾക്കും കുറച്ച് ഹാർഡായിട്ട് തോന്നുന്ന ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. കോർഡിനേഷൻ കോമ്പൗണ്ട് ശരിക്കും എളുപ്പമാണ്, പക്ഷേ ആ ചാപ്റ്റർ ഭയങ്കര ലെങ്തിയാണ്. അതുകൊണ്ട് ചില ആളുകൾക്ക് അത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പിന്നെ ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്, അതൊരു 90% വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും ഭയങ്കര ടഫായ ചാപ്റ്ററാണ്. ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ്. സാറ് ടഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നല്ല, പഠിച്ചെടുക്കാം. ഒരു കമ്പാരിസൺ നടത്തുകയാണ്, എല്ലാ ചാപ്റ്ററുകളും ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൽ ഏതൊക്കെയാണ് ഈസി, ഏതൊക്കെയാണ് മീഡിയം, ഏതൊക്കെയാണ് ഹാർഡ് എന്നുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം, ഏതൊക്കെ ചാപ്റ്റർ എന്നെ കൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ഏതൊക്കെ ചാപ്റ്ററാണ് കുറച്ച് ഹൈ ലെവൽ ആയിട്ടുള്ളത് എന്നുള്ള കൺസെപ്ച്വൽ ഐഡിയ മക്കളുടെ മനസ്സിലുണ്ടെങ്കിൽ കെമിസ്ട്രി ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഇനി മക്കളെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി, ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. +2 കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സിൽപ്പെട്ട ആളുകളാണ്, ഒന്ന് നിങ്ങളുടെ ഇലക്ട്രോ കെമിസ്ട്രി അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. 2 കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, 3 ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ്, 4 ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതേഴ്സ്. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സാണ് +2 കെമിസ്ട്രിയിൽ മക്കൾക്ക് കുറച്ച് ഡീപ്പായിട്ട് അല്ലെങ്കിൽ ഒരുപാട് വെയിറ്റേജ് വരുന്ന 4 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെ മക്കൾ മനസ്സിലുണ്ടായിരിക്കണം. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പോൾ ഇതൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. ഈ 4 ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് കൂടുതലാണ്, അതിന് പ്രയോറിറ്റി നമ്മൾ കൊടുക്കും. ഓക്കെ, ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് മാർക്ക് എങ്ങനെ മാക്സിമം സ്കോർ ചെയ്യാം. ഇപ്പോൾ ഒരാൾക്ക് ഈ ചാപ്റ്റർ ഈസിയാണ്, ഹാർഡാണ്, മീഡിയം ആണെന്നൊന്നും പറഞ്ഞതുകൊണ്ട് മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റൂല. അപ്പം മാർക്ക് മക്കളെ നിങ്ങൾ എങ്ങനെ മാക്സിമം ഇത് വെച്ചുകൊണ്ട് മാർക്കിലോട്ട് എത്തുമെന്നുള്ളതാണ് സാറ് പറയുന്നത്. എനിക്ക് പറയാനുള്ള ഫസ്റ്റ് കാര്യം മക്കളെ, നിർബന്ധമായിട്ടും നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. NCERT ടെക്സ്റ്റ് ബുക്കിലെ കൺസെപ്റ്റ് വൈസ് പഠനം നിർബന്ധമാണ്. NCERTയിലെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് നമ്മളെല്ലാവരും ക്ലാസ് മുന്നോട്ട് പോകുക. അപ്പോൾ നിങ്ങൾ ആ NCERT ടെക്സ്റ്റ് ബുക്ക് നല്ല ഡീപ്പായിട്ട് തന്നെ
പഠിച്ചിരിക്കണം. അതുമാത്രമല്ല അതിൽ എക്സസൈസുകൾ ചെയ്യണം. എടാ നിങ്ങൾക്കറിയാം CBSEയുടെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്കതിൽ കാണാൻ പറ്റും NCERTയുടെ എക്സസൈസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അപ്പോൾ NCERTയിലുള്ള എക്സസൈസുകൾ മക്കൾ ഡീപ്പായിട്ട് തന്നെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് തന്നെ പഠിക്കണം. അത് നിർബന്ധമാണ്. ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കലും വെറുതെ വായിച്ചു വിട്ടതുകൊണ്ട് നിങ്ങൾക്കത് ഓർമ്മയിൽ നിൽക്കണം എന്നില്ല. അപ്പോൾ ഏതൊരു പ്രോബ്ലവും ചെയ്തുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, PYQs അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അത് ഏതൊരു എക്സാമിനും PYQ വളരെ ഇമ്പോർട്ടൻ്റാണ്. മുൻകാലങ്ങളിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഏതൊക്കെ പാറ്റേണിലാണ് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉള്ളത് എന്നൊക്കെ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ PYQs മക്കൾ ഡീപ്പായിട്ട് തന്നെ ചെയ്ത് പഠിക്കണം. ഓക്കെ, അടുത്തത് കീപ് ഷോർട്ട് നോട്ട്സ്. എടാ ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിൻ്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാൻ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു. ആ ചാപ്റ്ററിലുള്ള എല്ലാ കണ്ടൻറ്റുകളും ഒരു ഷോർട്ടാക്കി എഴുതി വെക്കുക. എന്തൊക്കെയാണ്? അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം ആ ചാപ്റ്ററിൽ മൊളാലിറ്റി അതായത് കോൺസെൻട്രേഷൻ ടേം പറയുന്നു. പിന്നെ ഹെൻട്രീസ് ലോനെ കുറിച്ച് പഠിക്കണം. പിന്നെ റൗൾസ് ലോ, ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ, അസിയോട്രോപ്പ്. അങ്ങനെ ഒരു ചാപ്റ്ററിൽ എന്താണോ പഠിക്കുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഷോർട്ടായി എഴുതി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എക്സാം സമയത്ത് നമ്മൾ ഒരിക്കലും വൺ ഡീപ്പായിട്ടുള്ള പഠനം നമുക്ക് നടക്കില്ല. നമ്മൾ ആ ചെറിയ ചെറിയ കണ്ടൻറ്റുകളായിക്ക് നോക്കുക, അത് വെച്ചിട്ടാണ് മക്കളെ നമ്മൾ പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഷോർട്ട് നോട്ട്സ് അപ്പോൾ ആ സമയത്ത് നല്ല ഉപകാരപ്പെടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് നോട്ട് കീപ്പ് ചെയ്യുക. മക്കളെ ഡെയിലി ഒരു 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെങ്കിലും ചെയ്ത് നോക്കുക. ഡെയിലി ഒരു 5 PYQs എങ്കിലും മക്കൾ ചെയ്യുക. ഇനി ഡെയിലി അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും 5 PYQs എങ്കിലും, 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇന്ന് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് 5 ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പഠനത്തിലുള്ള പോരായ്മ എന്താണ്, ഞാൻ എവിടെ മെച്ചപ്പെടുത്തണം, ഞാനിപ്പോൾ നിൽക്കുന്ന സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് മനസ്സിലാവും. അപ്പോൾ ആ 5 ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ വരും. ആ ഐഡിയ വെച്ചിട്ട് വേണം ബാക്കി നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഓക്കെ, ഇനി വീക്ക്ലി ഒരു റിവിഷൻ ഡേ അത് നിർബന്ധമാണ്. ഓരോ സബ്ജക്റ്റിനും വെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കെമിസ്ട്രിക്ക് നിങ്ങൾ ഒരു ദിവസം എന്ത് ചെയ്യുക, വീക്ക്ലി ഒരു ഡേ ഞാൻ റിവൈസ് ചെയ്യും എന്നുള്ളത് നിങ്ങളുടെ മെൻ്റലി അത് നിങ്ങൾ ഫിക്സ് ആയിരിക്കണം, മൈൻഡിൽ നിങ്ങളത് ഫിക്സ് ആക്കിയിരിക്കണം. ഒരു ദിവസം ഞാൻ കെമിസ്ട്രി പഠിച്ച ആ ആഴ്ച പഠിച്ച കംപ്ലീറ്റ് കാര്യങ്ങളും ആ വീക്കിൽ പഠിച്ച കംപ്ലീറ്റ് കാര്യങ്ങളും ഒരു ദിവസം ഞാൻ റിവൈസ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഇനി മന്ത്ലി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. എടാ ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് ഇഷ്ടം പോലെ കിട്ടാണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മന്ത്ലി ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇനി എക്സ്ട്രാ ഗൈഡുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എക്സ്ട്രാ നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗൈഡുകളൊക്കെ യൂസ് ചെയ്യാം. എടാ ഈ ഗൈഡൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാടാ? ക്വസ്റ്റ്യൻസ് കൂടുതൽ കിട്ടാനാണ്. കൺസെപ്റ്റ് മക്കൾക്ക് ഓൾറെഡി അറിയുണ്ടാവും. ആ കൺസെപ്റ്റ് വെച്ച് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു എന്നുള്ള ഒരു ഐഡിയ കിട്ടാനാണ് ഗൈഡൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മക്കൾ മാർക്ക് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. മക്കളെ ഫ്രീ ആയിട്ടുള്ള പഠനമാണ്. നമ്മളൊരിക്കലും സ്ട്രെസ് ആയതുകൊണ്ട് ഒരു കാര്യമില്ല. എക്സാമിന് നമ്മൾ കുറേ ടെൻഷൻ അടിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് കുറേ മാർക്ക് കിട്ടണം എന്നുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ കൂളായിട്ട് ഈസി ആയിട്ട് നിങ്ങളൊരു പ്ലാനായിട്ട്, അത് നിർബന്ധം, പ്ലാൻഡായിട്ട് വേണം നമ്മൾ +2 CBSE പഠിക്കാൻ. അപ്പോൾ ആ രീതിയിൽ തന്നെ മക്കൾ അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുക. ഇനി ഒരിക്കലും നിങ്ങൾ പഴയ മിസ്റ്റേക്കുകളൊന്നും ആവർത്തിക്കാതിരിക്കുക. അതായത് എക്സാമിൻ്റെ തലേന്നുള്ള പഠനം അതൊന്നും ഇനി നടക്കില്ല. കാരണം നമുക്ക് ഒരുപാട് കണ്ടൻറ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ അത് മാക്സിമം മുന്നേ തന്നെ പഠിച്ച് റിവൈസ് ചെയ്ത് വെച്ചാൽ എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് കൂളായിട്ട് എഴുതാൻ പറ്റും. അതാണ് ഇമ്പോർട്ടൻ്റ്. അല്ലാതെ ടെൻഷൻ ആയിക്കൊണ്ടൊരു എക്സാമിന് നമ്മൾ പോയാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് മക്കൾ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഈ വീഡിയോ മക്കൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നന്നായിട്ട് പഠിച്ച് എക്സാം നല്ല ഹാപ്പി ആയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്.